സമയം രാത്രി 12:30. നമുക്കൊരു ബിരിയാണി ചെമ്മിൻ്റെ ദം പൊട്ടിക്കാൻ പോയാലോ? കല്ലുമ്മക്കായ് ചോറും ചെമ്മീൻ ചോറും കിങ് ഫിഷ് ബിരിയാണിയൊക്കെ ആയിട്ട് ഒന്നും പറയണ്ട കേട്ടോ. അവർ കല്ലുമ്മക്കായ് ചോറ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എൻ്റെ പൊന്നേ, ഇപ്പോൾ പോലും എനിക്ക് വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ഫുഡ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ കൂടിയായിരുന്നു. ഏട്ടൻ നാട്ടിലായതുകൊണ്ട് തന്നെ ഒരു നോർമൽ ഡേ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോകുമായിരുന്നു. ഞാൻ അങ്ങനെ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴതാ ഒരു കോളിംഗ് ബെല്ല്. ഇത് ആരാപ്പാന്ന് വിചാരിച്ച് ഡോറ് തുറന്നപ്പോൾ ദാ നിൽക്കുന്നു മുന്നിലൊരു ബൊക്കെയൊക്കെ ആയിട്ട് ഒരാൾ. അപ്പോൾ ഏട്ടൻ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്തതിന് തന്നെയാണല്ലോ സർപ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് ഫ്ലവർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റൊക്കെ ആകുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണല്ലോ. ഇത് നല്ല വലിയൊരു ബൊക്കെ ആയിരുന്നു കേട്ടോ. വെള്ളത്തിലിടാനായിട്ട് ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചതുകൊണ്ടാണ് അങ്ങനെ അങ്ങ് തോന്നുന്നത്. അപ്പോൾ അതാ ഞാൻ രാത്രിയിൽ ഏട്ടനെ പിക്ക് ചെയ്യാൻ പോവാണ്. ഈ ഒരു ബാഗൊക്കെ ആയിട്ട് എടുത്തത് നേരെ നമുക്കൊരു ഫുഡ് ഷൂട്ട് ഉണ്ട്, അതിന് വേണ്ടി പോകണം. അപ്പോൾ ബാഗിൽ പവർ ബാങ്കും ട്രൈപോഡും മൈക്കും ഒക്കെയാണ് കേട്ടോ. ഏട്ടനങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രാവലിലൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ പാറു ആദ്യത്തെ 2 ദിവസമൊക്കെ അച്ഛനെ മിസ് ചെയ്യുന്നു, കാണണം എന്നൊക്കെ പറയാറുണ്ട്. പിന്നീട് അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാറൊന്നുമില്ല കേട്ടോ. പക്ഷേ ഏട്ടൻ തിരിച്ച് വന്ന് അവളുടെ ആ ഒരു സന്തോഷവും സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോഴാണ് അവൾ എത്രത്തോളം അച്ഛനെ മിസ് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുക. അല്ലെങ്കിലും ഞാനടക്കമുള്ള മിക്ക പെൺകുട്ടികൾക്കും അച്ഛനോടായിരിക്കുമല്ലോ ഒരു തരി സ്നേഹം കൂടുതൽ.